പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ലോകം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ജനിച്ചത്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ്, അതുപോലെ മരണശേഷം ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു. ഈ ഉത്തരങ്ങൾ കിട്ടാതെ നമ്മുടെ ജീവിതം പൂർത്തിയാകുമോ? ഇല്ല. നമ്മളെല്ലാം പൂർത്തിയാകണമെന്ന് നമ്മൾ പറയണമെങ്കിൽ, യേശു പറഞ്ഞെല്ലാം പൂർത്തിയായെന്ന്, പക്ഷേ എല്ലാം പൂർത്തിയായെന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. ആമേൻ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട് ഒരു മനുഷ്യനാലും സാധ്യമല്ല. നമ്മളെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് പര്യാപ്തനായിട്ടുള്ളൂ. ആമേൻ. So that is why God has given us the Bible, and the Bible has answers for all these most important questions that matters to life. അതുകൊണ്ട് ദൈവം തീർച്ചയായിട്ടും നമുക്ക് വചനമായിട്ട് ബൈബിൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദൈവത്തിന് ഈ പറയുന്നതിന് എല്ലാത്തിനും ഉത്തരം ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കുക. So what is the first question? How did this world come into existence? And the Bible the opening statement of the Bible gives the answer for it. എന്താണ് ആദ്യത്തെ ചോദ്യം? എന്താണ് ഈ ലോകം എങ്ങനെ ഉണ്ടായി? അതായത് ബൈബിൾ തുറക്കുമ്പോൾ തന്നെ, വേദപുസ്തകം തുറക്കുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മാത്രമായിട്ടുള്ള കാര്യം. നമ്മൾ വായിക്കാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടായി? ദൈവം സൃഷ്ടിച്ചു. ഈ ഒരു കാര്യം തിരസ്കരിക്കുന്നവർക്ക് ബാക്കി കാര്യങ്ങൾക്ക് ഉത്തരം ഒരിക്കലും കിട്ടത്തില്ല. അവരതിനുവേണ്ടി അന്വേഷണം നടക്കും, പക്ഷേ ഒരിക്കലും ഉത്തരം കിട്ടാതെ അവർ വലയും, അവസാനം നിരാശപ്പെട്ട് ഈ ലോകം തന്നെ വിട്ടു പോകേണ്ടതായിട്ട് വരും. ആമേൻ. പക്ഷേ ഇതിലാണ് ഈ ആദ്യത്തെ ഈ വചനത്തിൽ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അധിഷ്ഠിതമായിട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ അതുപോലെ മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 26 മുതൽ, അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിന്മേലും മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ആമേൻ. So here God gives us a clear answer to the question, who am I? അതായത് ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ദൈവം ഈ വചനങ്ങളിലൂടെ നമുക്ക് നൽകുകയാണ്. ദൈവം മനുഷ്യനെ മാത്രം, ഈ ലോകത്തിൽ പല സൃഷ്ടികളെയും ദൈവം സൃഷ്ടിച്ചെങ്കിലും മനുഷ്യനെ മാത്രമേ ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ടുള്ളൂ. Amen. So that's how we are as human beings. We are very special and precious for God. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും, മനുഷ്യരെന്നുള്ള രീതിയിൽ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും വളരെ വിലപിടിപ്പും അതുപോലെ തന്നെ മൂല്യമുള്ളവരാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമ്മൾ കഴിഞ്ഞ മെസ്സേജ് കേട്ടപ്പോൾ പല ആൾക്കാരും ചോദിച്ചു, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വെളിപാട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദ്യ ഭാഗം വായിച്ചാൽ കാണാൻ സാധിക്കും. മനുഷ്യൻ അങ്ങനെയാണ് ജീവിച്ചത് അല്ലേ? ആദ്യ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചത്? ദൈവത്തോടൊപ്പം, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ മഹിമയിലും പരിശുദ്ധിയോടുകൂടി സമാധാനത്തോടും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ജീവിച്ചു. ആമേൻ. ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ലൈഫ് ദാറ്റ് വി സീ. അതാണ് നമ്മൾ കാണാൻ സാധിക്കുന്ന പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം മനുഷ്യൻ ജീവിച്ച ജീവിത രീതി അന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബട്ട് it did not last for a long time. Soon Satan came and tempted man, made man fall into sin. പക്ഷേ അത് വളരെ കാലം നിലനിന്നില്ല. സാത്താൻ മനുഷ്യനെ വന്ന് പ്രലോഭിപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യുന്നതിന് പ്രലോഭിപ്പിച്ചിട്ട് പാപം ചെയ്തപ്പോൾ അത് വളരെ കാലം നിലനിൽക്കാതെ അത് മാറിപ്പോയി എന്നുള്ളതാണ്. അപ്പോഴെന്താണ് സംഭവിച്ചത്? ഉൽപ്പത്തിയിലെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം, പാപം ചെയ്തതിന് ശേഷമാണ്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യൻ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഓടി ഒളിച്ചു എന്ന് പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. ആമേൻ. So before sin entered, we can see that man had a perfect life and he had no guilt, fear or shame. അതായത് ഈ പറയുന്ന പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് അവന് ഭയമില്ലായിരുന്നു, അവന് കുറ്റബോധമില്ലായിരുന്നു, അവന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവന് ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Amen. But sin shattered everything. Sin changed man's image of God, shattered the image of God, and he lost the glory of God, and he also became corrupted. പക്ഷേ പാപം അവൻ്റെ ദൈവ തേജസ്സിനെ തന്നെ അവനിൽ നിന്ന് എടുത്ത് മാറ്റി, അവന് മോശമായിട്ട് മാറി, അവന് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ദൈവം ഒരിക്കലും മനുഷ്യനെ അങ്ങനെ കൈവിട്ടില്ല.
God did not leave us as we are. He made amazing plans to restore everything back. പക്ഷേ എന്നിരുന്നാലും ദൈവം അവനെ കൈവിടാതെ വളരെ മഹത്വമേറിയ ചില കാര്യങ്ങൾ, മഹത്വമേറിയ പദ്ധതികൾ അവന് മേൽ ഒരുക്കി അവനെ വീണ്ടും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും ദൈവം ഒരുക്കി എന്നുള്ളതാണ് മഹത്വമേറിയ കാര്യം. അപ്പോൾ അതിനുവേണ്ടി ആ മനുഷ്യനെ പഴയ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുവാനും ദൈവത്തിൻ്റെ മഹിമയാൽ നിറയ്ക്കുവാനും വേണ്ടിയിട്ടാണ് രക്ഷകൻ വേണ്ടി വന്നത്. അപ്പോൾ അതിനായിട്ടാണ് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം മുതൽ വെളിപാട് അവസാനം വരെ നമ്മൾ കാണുന്ന വ്യക്തി ആരാണ്? യേശു ക്രിസ്തു. ആമേൻ. രക്ഷകൻ. ആ രക്ഷകൻ എന്തിനു വേണ്ടിയാണ് വന്നത്? യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. സോ ജീസസ് കെയിം and he said, he promised one thing, I have come to give life and life to the full. അതായത് യേശു വന്നിരിക്കുന്നത് അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നതെന്ന് യേശു ഇവിടെ പറയുകയുണ്ടായി. Amen. So brothers and sisters, we can't achieve this kind of a life. Only through Jesus we can have this new life. നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പറ്റത്തില്ല. പക്ഷേ യേശുവിലൂടെ മാത്രമേ സമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതം, പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. Jesus promised, he will certainly do it. തീർച്ചയായിട്ടും യേശു അത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. We just need to surrender to him. അത് നമ്മൾ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ, നമ്മൾ നമ്മളെ തന്നെ അടിയറ വയ്ക്കുക എന്നുള്ളതാണ്. Amen. ഇപ്പൊ ബീന ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്, മിക്ക പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇറ്റ്സ് ബിക്കോസ് വി ലുക്ക് ഫോർ ദ റോങ് സോഴ്സസ് ഫോർ സിഗ്നിഫിക്കൻസ് ആൻഡ് സെക്യൂരിറ്റി. അതായത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. സോ യൂഷ്വലി വിമനെ നോക്കിയാൽ അവരുടെ പ്രൈമറി റൂട്ട്, അതിന് സെൽഫ് വർത്ത് അല്ലെ ഉണ്ടാവാനുള്ള പ്രൈമറി റൂട്ട് എന്ന് വെച്ചാൽ സെക്യൂരിറ്റിയാണ്. അതെ, അവരുടേതായിട്ടുള്ള സംരക്ഷണമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ. അപ്പം ആ സുരക്ഷ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് സ്നേഹം കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് ബീങ് ലവ്ഡ് അൺകണ്ടീഷണലി, അതായത് നിസ്തുലമായിട്ടുള്ള സ്നേഹം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. ചില സമയം വളരുന്ന സമയത്ത്, പിള്ളേരായിരിക്കുന്ന സമയത്തോ ഫാമിലീസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിച്ച ഒരു ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു കുറവ് അവിടെ ഫീൽ ചെയ്യുകയാണ്. അപ്പം എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ അതിനു വേണ്ടി റോങ് സോഴ്സസിലേക്ക് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും തെറ്റായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉത്ഭവ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകും. സംടൈംസ് വി ഗിവ് ഇൻ ടു ലേസിനെസ് ഓർ ഈവൻ പ്രോക്രാസ്റ്റിനേഷൻ, വിത്ഡ്രോയിങ് ഫ്രം അതേഴ്സ് ഓർ ഈവൻ ഡിപ്രഷൻ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് അവർസെൽവ്സ് from our feelings of feeling worthless. അതായത് നമ്മൾക്ക് വിലയില്ല, നമുക്ക് ഒരു വിലയില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള തോന്നലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നിരാശയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സംരക്ഷണം ഇല്ലാത്തൊരു ചിന്തയിലേക്കൊക്കെ നമ്മൾ ആയിത്തീരാനായിട്ട് ഇടവരും. അപ്പം നമ്മൾ അലസമായിട്ടിരിക്കല്ലേ, നമ്മൾ ചെയ്യാതെ പിന്നെ ചെയ്യാമെന്ന് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയോ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റപ്പെടുകയൊക്കെ ചെയ്യുമ്പം നമ്മൾക്ക് തന്നെ ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കുവാണ്. ഇങ്ങനെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്കിത് നന്നായിട്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ വിക്ടോറിയസ് ആയേനെ എന്ന് നമ്മൾ ആശ്വാസം കണ്ടെത്തുവാണ്. അതിനുവേണ്ടി നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. സോ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പാരൻസിനെ പ്ലീസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പ്ലീസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ബോസിനെയോ കൊളീഗ്സിനെയോ ഒക്കെ പ്ലീസ് ചെയ്യാനും ചെയ്യും. അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മോട്ടീവ് എന്താണ്? എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷെ നല്ല കാര്യങ്ങൾ തെറ്റായ മോട്ടീവോടെ നമുക്ക് ചെയ്യുമ്പോഴാണ് അത് ശരിയല്ലാതെ ആവുന്നത്. ഓക്കെ, സോ വി മെ സർവ്, വി മെ വർക്ക് ഹാർഡ്, അല്ലെ വർക്ക് ഓവർ ടൈം, റിയലി ഹെൽപ്പ് ദ പുവർ, പ്ലീസ് പീപ്പിൾ അറൗണ്ട് അസ്, ബട്ട് വൈ? നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷേ തെറ്റായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന് അവിടെ ചോദ്യമുണ്ട്. Is it to just feel loved, accepted and appreciated? തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടണം, സ്വീകരിക്കപ്പെടണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താണ്?
നമ്മുടെ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു റോങ് മോട്ടിവേഷനിൽ നമ്മുടെ നീഡ് എന്താണ്? എനിക്ക് സ്നേഹിക്കപ്പെടണം, എനിക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെടണം, ആ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പം ചിലർ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാതെ പ്രൈസ് കിട്ടുവാനും സ്നേഹം കിട്ടുവാനും പ്രശംസ കിട്ടുവാനും മറ്റുള്ളവരെ ബൗണ്ടറീസ് ഇല്ലാതെയൊക്കെ സഹായിച്ചെന്നിരിക്കും. ഓക്കെ, നമ്മൾ ബാംഗ്ലൂരുള്ളപ്പോൾ നമ്മുടെ മിനിസ്ട്രിയിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിള് വളരെ സെർവിങ്, എല്ലാവർക്കും സെർവ് ചെയ്യും. റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്കിളിനുണ്ടായിരുന്ന കാശ് മുഴുവൻ, അത് സാലറി ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പെൻഷനും എല്ലാം സ്വന്തം വീട് പോലും പണയം വെച്ചിട്ട് മറ്റുള്ള അനേകം സ്ത്രീകളെ സഹായിക്കാനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അങ്കിളിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഭയങ്കര ദേഷ്യമുണ്ടായി, വിഷമമുണ്ടായി, ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവരോർത്ത് ചിലപ്പോൾ അങ്കിളിന് എന്തെങ്കിലും അഫെയർ ഉണ്ടായിരിക്കും ഈ സ്ത്രീകളെല്ലാം ആയിട്ട്. സോ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ആക്ച്വലി എന്താണ്? ആ ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബൗണ്ടറീസ് ഇല്ലാതെ കൊടുക്കുവാണ്. വളരെ സെർവിങ്, വളരെ കൊടുക്കുന്ന ആളാണ്, പക്ഷേ ആക്ച്വലി ഹിസ് മോട്ടിവേഷൻ ഈസ് റോങ്. അതായത് തൻ്റെ ഉദ്ദേശം ശരിയല്ലായിരുന്നു. അതിരുകളില്ലാത്ത രീതിയിൽ താൻ സ്വീകരിക്കപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേര്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പേരുണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന കാര്യം നമ്മൾ റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ട് ഇൻ്റലിജൻറ്റ് ഫാൻറ്റസീസ് ഏതെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട് അല്ലെ അങ്ങനെയൊക്കെ ഇരിക്കും. നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു ലോകത്തിലേക്ക് പോകാം. Why to in an effort to feel I'm good, I'm appreciated. അതായത് ഞാൻ നല്ലവനാണ് അല്ലെങ്കിൽ നല്ലവളാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുവാനും അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്ത സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുവാനും വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ബന്ധങ്ങളിലേക്കും അതുപോലുള്ള റിലേഷൻഷിപ്പിലേക്കും പോകാനായിട്ട് ഇടവരും എന്നുള്ളതാണ്. പലരെന്തെയും ഓരോ എന്താ പറയുക സെക്ഷുവലി വെർബലി അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ല മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്ന റിലേഷൻഷിപ്സിലും കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് അവരെ അബ്യൂസ് ചെയ്യപ്പെടാനോ മിസ്ട്രീറ്റ് ചെയ്യപ്പെടാനോ അവർ അനുവദിക്കുവാണ്. എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് വരെ ഇരയാവുന്ന രീതിയിലേക്ക് അവർ തന്നെ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് അവർ പോകാനായിട്ട് ഇടവരും. എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും എനിക്ക് സ്നേഹം കിട്ടിയാൽ മതി എന്നുള്ള വിചാരത്തിലാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ നിന്ന് വേദന ഉണ്ടാകുമ്പോൾ ഓരോർക്കും ഇത് ഞാൻ വിടും എന്നോർത്താലും പിന്നെയും അതിലേക്ക് തന്നെ തിരിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് സ്നേഹിക്കപ്പെടാനുള്ള സോഴ്സായിട്ട് അത് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയുള്ള സോഴ്സസിൽ പോകുന്നതിന് പകരം നമുക്ക് ദൈവം, ഗോഡ് ഇസ് ദ റൈറ്റ് സോഴ്സ്. നമ്മുടെ ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരേ ഒരു സോഴ്സാണ് ദൈവം. പക്ഷെ ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ പോകുന്നതിന് പകരം നമ്മൾ ശരിയായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള കഥാപാത്രത്തിലേക്ക്, ദൈവത്തിലേക്ക് നമ്മൾ തിരിയുക. അങ്ങനെ തിരിയുമ്പം ദൈവത്തിൽ നിന്ന് നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ തരത്തിലുള്ള വികാരപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. മാത്യു 6 മത്തായി 6:33-34 വരെയുള്ളതിൽ പറയുന്ന seek ye first the kingdom of God and all these things shall be added unto you. മത്തായി 6:33 പറയുന്നതിന് മുമ്പേ അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കാൻ ഇതൊക്കെയും നിനക്ക് നൽകപ്പെടുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾക്ക് നാളെ കുറിച്ചുള്ള ആങ്സൈറ്റി നമുക്ക് വേണ്ട. അത് ദൈവം പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് ഹാവ് ആങ്ഷ്യസ് തോട്ട്സ്. ദൈവം ടേക്ക് കെയർ ചെയ്തോളൂ എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രോമിസസ് ഉണ്ട്. നീ ആകുലപ്പെടേണ്ട, നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് നൽകിക്കൊള്ളുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഫിലിപ്പിയൻസ് 4:6-19 പറയുന്നുണ്ട്, ഡു നോട്ട് ബി ആങ്ഷ്യസ്, വിത്ത് താങ്ക്സ് ഗിവിംഗ് മേക്ക് യുവർ റിക്വസ്റ്റ് മെയ്ഡ് നോൺ ടു ഗോഡ് ആൻഡ് മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. ഫിലിപ്പിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പറഞ്ഞതും അതുപോലെ തന്നെയാണ്. നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, എല്ലാം നിനക്ക് അവനിൽ നിന്ന് നൽകപ്പെടും എന്നുള്ള വാഗ്ദാനം ഈ സമയം നമ്മൾ ഓർക്കുക. എല്ലാ ആവശ്യങ്ങളും, കാരണം ദൈവം അത്ര റിച്ചാണ്. ഹിസ് റിച്ചസ് സോ ഗ്ലോറിയസ്. ആ റിച്ചിൽ നിന്ന് നമുക്ക് ആവശ്യമെല്ലാം ദൈവം തന്നോളും. ഓക്കെ, അതുപോലെ സങ്കീർത്തനം 139 13-14 വരെ അതിൽ പറഞ്ഞിരിക്കുന്നത് 13-14 വരെ. ഓക്കെ, അവിടെ പറയുന്ന അങ്ങ് എൻ്റെ അന്തരങ്ങളിൽ നിർമ്മിച്ചു, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ അങ്ങ് എന്നെ മെനഞ്ഞു, ഭയങ്കരവും അത്ഭുതകരമായി അങ്ങ് എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അവിടുത്തെ പ്രവൃത്തികൾ ആശ്ചര്യം തന്നെ, ഞാനത് നന്നായി അറിയുന്നു. സോ ദൈവം എങ്ങനെ നമ്മളെ സൃഷ്ടിച്ചതാ
നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിട്ടാണ്. അത്രമാത്രം നമ്മുടെ സ്വന്തം അപ്പനെ കഴിഞ്ഞും അധികമായിട്ട് ദൈവമാണ് നമ്മളെ അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞെടുത്ത് ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി, വളരെ അതിശയകരമായിട്ട് ഭയങ്കരമായിട്ടും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. സോ വി ആർ ഡെഫിനറ്റ്ലി ലവ്ഡ് ബൈ ഗാഡ്. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുള്ളതിനുള്ള തെളിവാണിത്. ഐസയ 41:9-10 വരെ. ഐസയ 41:9-10 വരെ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഫ്രം ദ എൻഡ്സ് ഓഫ് ദി എർത്ത്, and God says, you are my servant, I have chosen you and not rejected you. നമ്മളെ ഒരിക്കലും ദൈവം നിരസിച്ച് കളഞ്ഞിട്ടില്ല, തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വി ആർ ചോസൻ. അതുപോലെ നമ്മളോട് ഭയപ്പെടേണ്ട, ഡു നോട്ട് ഫിയർ, ഐ എം വിത്ത് യു, ഡു നോട്ട് ബി ഡിസ്മേഡ്, ഐ എം യുവർ ഗോഡ്, ഐ വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹെൽപ്പ് യു, ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈച്ചസ് റൈറ്റ് ഹാൻഡ്. സോ ദൈവം അത്രമാത്രം നമ്മളെ തിരഞ്ഞെടുത്താണ്, നമ്മളെ റിജക്റ്റ് ചെയ്തല്ല. പലപ്പോഴും നമുക്ക് ഈ ഭയമാണ്, നമ്മൾ റിജക്റ്റ് ചെയ്യാനുള്ള ഭയത്തിലാണ് ആൾക്കാർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒറ്റപ്പെടുന്നത്. ഓക്കെ, ഞാൻ തന്നെ ആദ്യം എല്ലാവരും റിജക്റ്റ് ചെയ്ത് ഞാൻ തന്നെ ഇരുന്നോളാം, അപ്പം പിന്നെ എന്നെ ആരും റിജക്റ്റ് ചെയ്യില്ലല്ലോ, അപ്പോൾ ആ വേദന എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല, അതിന് സ്വയം നമ്മൾ ഒറ്റപ്പെടും. സോ ബട്ട് ഗാഡ് സേസ്, ഐ വിൽ നെവർ റിജക്റ്റ് യു, ഐ ഹാവ് ചോസൻ യു. ദൈവം പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്നുള്ള വാക്ക് നമ്മൾ ഈ സമയം ഓർക്കുക. ഐസയ 49:15-16 വരെ. 49:15-16 says, can a mother forget the baby at her breast? Though she may forget, I will not forget you, I have engraved you on the palms of my hands. ഇവിടെ പറയുന്നുണ്ട്, എന്നാൽ സിയോനെ യഹോവ, ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? തൻ്റെ ഗർഭത്തിൽ ഉരുവായ മകനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നേക്കാം, എന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ഇതാ ഞാൻ എൻ്റെ കൈത്തലത്തിൽ നിന്നെ വച്ചിരിക്കുന്നു, എൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. സോ ഈവൻ ഒരു അമ്മ കുഞ്ഞിനെ മറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ല. ഒരു മലയോട്ടുന്ന കുഞ്ഞിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, എപ്പോഴും കരയും, എപ്പോഴും ശ്രദ്ധ വേണം. പക്ഷേ അങ്ങനെ കുഞ്ഞിനെ മറക്കുന്ന അമ്മമാർ പോലും ഉണ്ട്. എങ്കിൽ പോലും ദൈവം ഒരിക്കലും നമ്മളെ മറക്കത്തില്ല. അതുപോലെ ഉള്ളം കയ്യിൽ വെറുതെ വരച്ച് വെച്ചേക്കുമല്ല, മാഞ്ഞു പോകുന്ന മാതിരി കൊത്തി വെച്ചേക്കുവാണ്. അതിനോ ഇറ്റ്സ് എൻഗ്രേവ്ഡ് എന്ന് പറഞ്ഞാൽ കൊത്തി വെച്ചേക്കുവാണ്. സോ ദാറ്റ്സ് ഹൗ മച്ച് ഗോഡ് ലവ്സ് us. അതുപോലെ ഐസയ 43:4 അതിൽ പറഞ്ഞിരിക്കുന്നത്, സിൻസ് യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ് ഇൻ മൈ സൈറ്റ് ആൻഡ് ബിക്കോസ് ഐ ലവ് യു. സോ ദൈവം 43:4 പറയുന്നത്, നീ എൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവനാകയാലും നീ ബഹുമാന്യനും ഞാൻ സ്നേഹിച്ചവനുമാകയാലും ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും കൊടുക്കുന്നു. സോ അത്രയ്ക്കാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അല്ലേ. നമ്മളെ അത്രയും പ്രഷ്യസ് ആയിട്ടും ഓണേർഡായിട്ടും നമ്മളെ മാന്യനായിട്ടും ദൈവം നമ്മളെ കരുതുന്നു. അപ്പം നമ്മൾ വേറെ ഓരോ രീതിയിൽ നമ്മളെ തന്നെ ആശ്രയിച്ച് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമ്മൾ സ്നേഹിക്കപ്പെടും, ആ സ്നേഹം കിട്ടാൻ വേണ്ടി വേറെ വേറെ സോഴ്സസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എഫേസ്യർ 1:4 പറഞ്ഞിരിക്കുന്നത്, ഹി ചോസസ് ഇൻ ഹിം ബിഫോർ ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ടു ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ഇൻ ഹിസ് സൈറ്റ്. അതായത് ദൈവം എഫെസ്യരുടെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നു, എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതുപോലെ നമ്മളെ സ്നേഹത്തിൽ ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്തു, നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ കഴിഞ്ഞും വലിയൊരു സ്നേഹം ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്ന സ്നേഹമാണ്. അപ്പൻ്റെ അമ്മയുടെ സ്നേഹമോ മക്കളുടെ സ്നേഹമോ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ സ്നേഹമോ വേറെ സുഹൃത്തുക്കളുടെ സ്നേഹം എല്ലാം മാറിപ്പോകും. നമ്മൾ തന്നെ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്കത്ര വലിയ ഉറപ്പൊന്നുമില്ല, കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെ പോകുന്നു. പക്ഷേ നമ്മളെ കഴിഞ്ഞ് നമ്മൾ ഓരോ മനുഷ്യൻ്റെ സ്നേഹമല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറത്തില്ല. യുനോ ഇറ്റ് ഈസ് ദെയർ ഫോർ എവർ. റോമൻസ് 8:35-39 വരെ വായിക്കാം. റോമൻസ് 8:35-39. റോമൻസ് 8:35 തൊട്ടുള്ള വചനം വായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്
നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? ക്ലേശങ്ങൾക്കോ കഷ്ടതകൾക്കോ പീഡനത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ അത് ചെയ്യുവാൻ കഴിയുമോ? അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ദിവസം മുഴുവൻ മരണത്തിനെ നേരിടുന്നു, അറുക്കപ്പെടുവാനുള്ള ആടുകളായി ഞങ്ങൾ എണ്ണപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖേന ഇവയിലെല്ലാം പരിപൂർണ വിജയം നേടുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ സൃഷ്ടിയിലുള്ള മറ്റെന്തെങ്കിലുമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. സോ എത്രമാത്രമാണ് ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നത്. ഒന്നിനും നമ്മളുടെ ആ സ്നേഹത്തിൽ നിന്ന് അകറ്റാനായിട്ട് പറ്റത്തില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടോ വിഷമോ പ്രശ്നമൊന്നും വരത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗ്ഗമല്ല. ഈ ഭൂമിയിൽ നമുക്ക് ഒരു വിഷമം ഉണ്ടാവരുത്, ഒരു പ്രശ്നം ഉണ്ടാവരുത്, നമുക്കെല്ലാം നല്ലതാണ്. അതാണ് ഹെൽത്ത് വെൽത്ത് പ്രോസ്പെറിറ്റി ഗോസ്പൽ പറയുന്നത്. അതുപോലെയല്ല നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. യേശു പോലെ എത്രമാത്രം നമ്മളാണ് കഷ്ടത്തിലൂടെ പോകുന്നു ഫുൾ ലൈഫ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെല്ലാവരും അവർ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. സോ നമ്മൾക്ക് ഒരിക്കലും അത് ശരിയല്ല. നമ്മൾ ചിന്തിക്കുകയാണ് ക്രിസ്ത്യനായ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും, എൻ്റെ ബുദ്ധിമുട്ടെല്ലാം പോവും, പിന്നെ എനിക്ക് വളരെ ഹെവൻലി ആയിട്ട് സന്തോഷത്തിൽ തന്നെ ജീവിക്കാം. അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ഉറപ്പായിട്ടും പെർസിക്യൂഷൻ വരും, ഹാർഡ്ഷിപ്പ് വരും. പൗലോസ് ആണെങ്കിലും എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ പോയി. പക്ഷേ എന്ത് വിഷമം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. അതൊരിക്കലും മാറിപ്പോകത്തില്ല. അതിൽ നിന്ന് വേർപിരിക്കാൻ ഒന്നിനും പറ്റത്തില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം കോൺസ്റ്റൻ്റായിട്ട് എപ്പോഴും അവിടെ ഉണ്ടാകുന്ന കാര്യമാണ്. സോ ആ സ്നേഹത്തിലാണ് നമ്മൾ ഒന്നിനും അതിനെ നമ്മളിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സോ അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും, ചീത്ത കാര്യങ്ങളായിരിക്കും. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തുക, നമ്മുടെ ഹൃദയത്തെ നോക്കുക. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? ഞാനിത് ആരുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ്, ആരുടെ പ്രശംസ പിടിച്ചു പറ്റാനാണ്, അല്ല എന്തിനു വേണ്ടിയാണെന്ന് എപ്പോഴും ചിന്തിക്കുക. അത് തെറ്റായൊരു മോട്ടീവ് ആണെങ്കിൽ അത് ശരിയല്ല അല്ലേ. സോ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മതി. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അവിടെ ഉണ്ട്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ, അല്ലെ എൻ്റെ മക്കൾ എന്നോട് നന്നായി പെരുമാറിയാൽ മാത്രമേ ഞാൻ പെരുമാറുള്ളൂ. അങ്ങനെ ചെയ്താൽ അത് തെറ്റായ മോട്ടീവാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം എനിക്ക് ദൈവത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ആ സ്നേഹമാണ് ഞാൻ മറ്റുള്ളവർക്ക് അവരുടെ റെസ്പോൺസ് എന്തായാലും കുഴപ്പമില്ല, അത് ഞാൻ കൊടുക്കുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അപ്പം വേറെ വേറെ സോഴ്സസിലേക്ക് പോവാതെ നമ്മൾ കറക്റ്റ് സോഴ്സ് ദൈവം ഓൾറെഡി പ്രൊവൈഡ് ചെയ്തേക്കുന്ന സോഴ്സ് ദൈവമാണ്. അവനിൽ ആശ്രയിക്കുക. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിലും അധികം ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അപ്പം നമ്മളിങ്ങനെ ബൗണ്ടറീസ് ഇല്ലാതെ ജീവിക്കത്തില്ല. സോ നമുക്ക് ഓർക്കാം, യേശുവിനിലേക്ക് ഓൺലി വൺ സോഴ്സ്, യേശുവിൻ്റെ സ്നേഹത്തിൽ മാത്രം നമ്മൾ ആശ്രയിക്കുക. ആമേൻ. സോ നമ്മൾ ഉൽപ്പത്തിയിലാണെങ്കിലും കണ്ടു, മനുഷ്യർ ദൈവത്തോട് രമ്യപ്പെട്ട് ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടത്തിൽ ആയിരുന്ന സമയത്ത് മനുഷ്യൻ ഏറ്റവും സെക്യൂർ ആയിരുന്നു, ഏറ്റവും സുരക്ഷിത ബോധത്തോടു കൂടിയും അവന് ഏറ്റവും വളരെ നല്ല രീതിയിൽ ജീവിച്ചു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോഴാണ് മനുഷ്യൻ്റെ ആ സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടത്. ആമേൻ. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളതാണ്. ആമേൻ. അപ്പോൾ ആ സുരക്ഷ വരുന്നത് പറഞ്ഞതുപോലെ നമ്മൾ എത്രയെല്ലാം എന്ത് സമ്പാദിച്ചെന്ന് പറഞ്ഞാലും മറ്റുള്ളവരെല്ലാം നമ്മളെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ സുരക്ഷ ഉണ്ടാകത്തില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള സുരക്ഷ ഉണ്ടാകുന്നത് നമ്മളെ അൺകണ്ടീഷണലായിട്ട് ഇമ്മെഷറബിളായിട്ട് നമുക്ക് സ്നേഹം ലഭിക്കുമ്പോഴാണ്. പക്ഷേ ആ സ്നേഹം ലഭിക്കുന്ന ഒരേ ഒരു സോഴ്സേ ഉള്ളൂ, അതാണ് ദൈവം. ആമേൻ. ഇപ്പോൾ റോമർ 5-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കും. നാം ശക്തിഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അധർമ്മികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുന്നത് അപൂർവമാണ്. നല്ലവനായ ഒരു മനുഷ്യന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തയ്യാറായേക്കാം. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ അവിടുന്ന് തനിക്ക് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം ഇപ്പോൾ തന്നെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം മുഖേന ഇനിയും നാം എത്ര അധികമായി ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ അവിടുത്തെ
അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചുവെങ്കിൽ നിരപ്പ് പ്രാപിച്ച ശേഷം അവിടുത്തെ ജീവനാൽ നാം എത്ര അധികമായി രക്ഷിക്കപ്പെടും. അതുമാത്രമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിക്കുവാൻ ഇടയാക്കിയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൽ നാം പ്രമോദിപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ആമേൻ. സോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാവണമെന്നുള്ളത്, അല്ലേ? സുരക്ഷിത ബോധം ഉണ്ടാവണമെന്നുള്ളത്. പക്ഷേ അതുണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവത്തോട് തിരികെ രമ്യപ്പെട്ടാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ രമ്യപ്പെടാൻ കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഈ വചനം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പാപം ചെയ്ത് ദൈവത്തിന് എതിരായി തീർന്നതിനാൽ. ആമേൻ. സോ ഓൾ ഓഫ് us, whether we believe it or not, all of us lived as enemies of God. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ക്രോധത്തിന് അർഹരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ദൈവത്തിന് ശത്രുക്കളായിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചത്. So the enemies of God deserves only the wrath of God. അതായത് ശത്രുക്കൾ, ദൈവത്തിൻ്റെ ശത്രുക്കൾക്ക് എല്ലാവർക്കും ദൈവകോപത്തിന് അർഹരായിട്ടുള്ളവരാണ്. Amen. And I lived as an enemy of God. തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിന് ശത്രുവായിട്ടാണ് ഞാൻ ജീവിച്ചത്. I lived in fear because I knew that God is going to punish me. ഞാൻ വളരെ ഭയത്തിലാണ് ജീവിച്ചത്. ദൈവം എന്നെ ശിക്ഷിക്കാൻ പോകുന്നു എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. So I lived as a very insecure person for all my life. വളരെയധികം അസുരക്ഷിതത്വ ബോധമുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെല്ലാം ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. One more thing that made me insecure was always thinking about what I knew that there are a lot of hidden sins in me, lot of secrets in me, and I was always afraid, what if someone finds out? Then everybody will reject me. ഓക്കെ, വളരെ അസുരക്ഷിതമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് പാപങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരു ദിവസം ആരെങ്കിലും കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയത്താലായിരുന്നു ഞാൻ ജീവിച്ചത്. ഇത് മറച്ചു വെക്കാൻ വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. പള്ളിയിൽ പോകും, പല കാര്യങ്ങൾ ചെയ്യും, പാവപ്പെട്ടവരെ സഹായിക്കും, പല നല്ല കാര്യങ്ങളും ചെയ്ത് ഇതെല്ലാം മറച്ചു വെച്ച് എനിക്ക് നല്ലൊരു പേരുണ്ടായി, എല്ലാവരും എന്നെ സ്നേഹിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ പലതും ചെയ്തു. പക്ഷേ അതെല്ലാം ഒരു വ്യർത്ഥമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു. കാരണം എത്ര ചെയ്തിട്ടും ഭയത്തിലാണ് ജീവിച്ചത്. കാരണം എപ്പോഴെങ്കിലും ഇത് പുറത്താവും എന്നുള്ള ഭയം. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാഗ്ദാനം എന്താണ്? നമ്മൾ ശത്രുക്കളായിരുന്ന സമയത്ത് തന്നെ ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ ആ ശത്രുക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ജീവൻ കൊടുക്കാനായിട്ട് തയ്യാറായി. ഇല്ല, ഈ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നല്ലവർക്ക് വേണ്ടി ഒരുപക്ഷെ ഒരാൾ ജീവൻ കൊടുക്കാൻ തയ്യാറായേക്കാം, അത് തന്നെ കുറവാണ്. പക്ഷേ അങ്ങനെ ആയേക്കാം. പക്ഷേ ശത്രുക്കൾക്ക് വേണ്ടി ആര് ജീവൻ കൊടുക്കും? ശത്രുക്കളെ രക്ഷിക്കാൻ വേണ്ടി ആര് ജീവൻ കൊടുക്കും? ഇല്ലേ? പക്ഷെ അതാണ് അഗാധമായിട്ടുള്ള സ്നേഹം, ആഴം അളക്കാൻ പറ്റാത്ത സ്നേഹം. അതാണ് യേശു ചെയ്തത്. ഇത്തരം സ്നേഹം നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടാൻ സാധിക്കുമോ? ഈ സ്നേഹം ലഭിച്ചാൽ മാത്രമേ, ഇത് രുചിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സുരക്ഷിത ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. ഈ സ്നേഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് തീരുമാനിക്കാൻ സാധിക്കും? എനിക്കിനി ഒന്നും വേണ്ട. ആമേൻ ബ്രദേഴ്സ്. We don't need anything else. We don't need the love of anybody. Even if the whole world rejects me, hates me, I don't care, because I know that my God loves me and He has proved it on the cross. ഈ സ്നേഹം നമുക്ക് ലഭിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു സുരക്ഷിതത്വ ബോധവും നമുക്ക് വേണ്ട, അസുരക്ഷിത ബോധവും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ആര് തന്നെ വെറുത്താലും എനിക്ക് ദൈവമുണ്ട് എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു ചിന്തയും നമുക്കില്ല. നമുക്ക് സുരക്ഷിത ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. യേശുവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ അവൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ, നമ്മൾക്ക് ദൈവക്രോധം നമ്മുടെ മേൽ വരാൻ അവകാശികളായിരുന്നപ്പോൾ ദൈവം സ്വന്തം പുത്രനെ ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആമേൻ. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോഴെന്താണ്? ഇനിമേൽ ഇപ്പോൾ ഇതിനു മുമ്പ് ബീന ഷെയർ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us from that love of Christ. നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒന്നിനും നമ്മളെ വേർപെടുത്താൻ സാധിക്കത്തില്ല എന്ന് കൊരിന്ത്യരുടെ പുസ്തകം നമ്മൾ വായിച്ചു. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ആരുടെ സ്നേഹത്തിന് വേണ്ടി, സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും സുരക്ഷിത ബോധത്തോടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഗലാത്യർ 4 മുതൽ 7 വരെ കൂടെ നമുക്ക് വായിക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നു, എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകെ കൊണ്ട് അബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. ആമേൻ.
So before we come to Christ, we are sinners, we are helpless, we are slaves, and we are enemies of God. നമ്മൾ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ പാപികളായിരുന്നു, നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള എല്ലാം ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പക്ഷേ യേശുവിൻ്റെ ഈ ത്യാഗം, യേശുവിൻ്റെ സ്നേഹം നമുക്ക് തന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായിത്തീരും? We are now enemies are adopted as the children of God. നമ്മൾ ശത്രുക്കളായിരുന്നവർ ദൈവത്തിന്റെ മക്കളായിട്ട് നമ്മളെ ദത്തെടുത്തവരായിട്ട് മാറിയിരിക്കുകയാണ്. Do you believe that, brothers and sisters? തീർച്ചയായിട്ടും നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ സഹോദരന്മാരെ? If you are a baptized Christian, you are adopted as a child of God. നിങ്ങൾ ഇന്ന് സ്നാനപ്പെട്ട ഒരു ശിഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം നിങ്ങളെ ദത്തെടുത്ത ഒരു കുഞ്ഞാണെന്നുള്ള കാര്യം മറക്കരുത്. Amen. ഇതിലും വലിയ സ്ഥാനമുണ്ടോ? ഈ സ്ഥാനം തരാൻ വേറെ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതാണ് സ്നേഹം. ആമേൻ. ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ അവകാശികളുമായി തീരും. ദൈവമാണ് ലോകത്തിലെ എല്ലാത്തിൻ്റെ അധിപനായിട്ടുള്ള ആ ദൈവം നമ്മുടെ പിതാവായി കഴിയുമ്പോൾ അവൻ്റെ അവകാശികളായി തീർന്നെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണം? അല്ലേ? അപ്പോൾ നമുക്ക് ഏറ്റവും സുരക്ഷിത ബോധത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ആ പിതാവ് നമ്മളെ കരുതുന്നുണ്ട്, കാക്കുന്നുണ്ട്, വഴി നടത്തുന്നുണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ആമേൻ. അപ്പോൾ നമ്മൾ ആകുലപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യുമ്പോൾ, നമ്മൾ സുരക്ഷിത ബോധത്തോടെ അല്ലാതെ ജീവിക്കുമ്പോൾ ഈ ദൈവം തന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കുന്നില്ല. നീ തന്ന സ്നേഹം നീ വെച്ചോ, ഞാൻ എൻ്റെ വഴി കണ്ടുപിടിച്ചോളാം. അപ്പോൾ എന്താ ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത പോലെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? എൻ്റെ വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം എന്ന് ദൈവത്തെ തിരസ്കരിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ നമ്മൾ പറയും ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടുകൊണ്ടും നമ്മൾ ഇതുപോലെ അരക്ഷിത ബോധത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ ലഭിച്ചിട്ടും നമ്മളത് തിരസ്കരിക്കുകയാണ്. ആമേൻ ബ്രദേഴ്സ്. That is very, very painful for God because He poured out His love for us. അത് ദൈവത്തിന് തീർച്ചയായിട്ടും അത് വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവം നമുക്ക് വേണ്ടി അത്രമാത്രം സ്നേഹം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുണ്ട്. Amen. So, we got to really, brothers and sisters, we have to totally believe and accept this promise that we are made children of God. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം, നമ്മുടെ മനസ്സിൽ എഴുതിയിടണം, കുറിച്ചിടേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പൂർണ്ണമായിട്ടും ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട വ്യക്തികളാണ്, അല്ലെ കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം. നമ്മളെ ആരാണ് സ്നേഹിക്കുന്നത്? പിതാവ് നമ്മളെ ലോകത്തിൻ്റെ ഉടയവനായ, സൃഷ്ടാവായ, പരിശുദ്ധനായ, സർവശക്തനായ ദൈവം നമ്മളെ മക്കളായിട്ട് നമ്മളെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വേറെ ആരുടെയും സ്നേഹം വേണോ? പക്ഷേ ഈ അപ്പോൾ ഈ ഒരു തൃപ്തി, ദൈവം തന്ന സ്നേഹത്തിൽ നമ്മൾ തൃപ്തരാണെങ്കിൽ നമ്മൾ വേറെ ആരുടെയും സ്നേഹം അന്വേഷിച്ച് പോകത്തില്ല. ആര് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അതിനെ നമ്മുടെ ജീവിതത്തെ ഒരു കാരണവശാലും ബാധിക്കത്തില്ല. ആമേൻ ബ്രദേഴ്സ്. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഇപ്പോഴും വേറെ ആരുടെ സ്നേഹത്തിന് വേണ്ടിയാണ് കേണുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ മക്കളുടെ ആയിരിക്കാം, ചിലപ്പോൾ അപ്പനെ അമ്മയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ പല ആൾക്കാരുടെ സ്നേഹത്തിന് വേണ്ടി അതുകൂടെ കിട്ടിയാലേ എനിക്ക് തൃപ്തിയാകൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴും അരക്ഷിത ബോധത്തോടെയാണ് ജീവിക്കുന്നത്. ആമേൻ. അപ്പോൾ യേശു നൽകിയ ഈ സ്നേഹത്തിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല, അത് നമ്മൾ തിരസ്കരിക്കുകയാണ്. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആമേൻ ബ്രദേഴ്സ്. സോ ടുഡേ all what Jesus has done is to make us feel completely secure as the children of God. അതായത് യേശു ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും സുരക്ഷിത ബോധമുള്ളവരായി തീരുവാൻ വേണ്ടിയിട്ടാണ് യേശു ഇത് ഓരോ കാര്യങ്ങൾ ചെയ്തത്. That is our new identity. Our old identity was I am, നമ്മൾ കാണാറില്ല, ആൾക്കാർ ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇടാറുണ്ട് അല്ലേ? അതിൽ എനിക്ക് പറഞ്ഞ ജോലി ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡിൽ എന്ത് കാണും? നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, ആരാണ് നമ്മുടെ യജമാനൻ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേരെന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം എന്താണ്. അപ്പോൾ നമ്മുടെ പഴയ സ്ഥാനം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ശത്രു, നരകത്തിന് അവകാശി. ഇതായിരുന്നു നമ്മുടെ അല്ലേ ദൈവക്രോധം വരാൻ ഇരിക്കുന്നവൻ. അതായിരുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി. അത് മാറ്റിയിട്ട് ഇപ്പോൾ പുതിയ ഐഡൻറ്റിറ്റി എന്താണ്? ദൈവപുത്രൻ. ആമേൻ. ദൈവത്തിൻ്റെ അവകാശി, യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. ആമേൻ. ഇതാണ് നമ്മുടെ പുതിയ ഐഡൻറ്റിറ്റി. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കംപ്ലീറ്റ് സെക്യൂറായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ആമേൻ. അപ്പോൾ ഈ അവസ്ഥയിലാണെങ്കിൽ, അപ്പോൾ അത്രമാത്രം നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി തന്നെങ്കിൽ ഒരു പുതിയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പർപ്പസ്, ഗോഡ് ഗീവ്സ് us a new purpose of life.
തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ അവകാശത്തിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശവും നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. പുതിയ ഉദ്ദേശം എന്താ? ജീവിത ഉദ്ദേശത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മത്തായി 5:14 മുതൽ 16 വരെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലെ അല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കേണ്ടത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആമേൻ. So the Bible says very clearly that God is light. അതായത് ബൈബിളിലെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം വെളിച്ചമാകുന്നു എന്ന്. And Jesus, when he came into this world, he claimed, I am the light of the world. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു അവകാശപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഞാനും ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. അപ്പോൾ ആ യേശു നമ്മളെ അവൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മളെ അവൻ്റെ മക്കളാക്കുമ്പോൾ നമ്മൾ ആരായി തീർന്നു? അവൻ നമ്മളിൽ വസിക്കുന്നതിനാൽ നമ്മളും ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നു. ആമേൻ. ഇപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ വെളിച്ചത്തിന്, അല്ലേ? വെളിച്ചം പകർത്തുക. എന്തിനാണ്? ഈ ലോകം ഇരുട്ടിലാണ്. ഇരുട്ടിൽ ആവശ്യമുള്ളത് എന്താണ്? വെളിച്ചം. അപ്പോൾ ഈ ലോകം ഇരുട്ടായിരിക്കുന്നതിനാൽ ഈ ലോകത്തിൽ ഈ വെളിച്ചം കൊണ്ടുവന്ന് സകല മനുഷ്യരെയും വെളിച്ചം കാട്ടി ദൈവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഭക്തികളാണ് നമ്മൾ ഓരോരുത്തർ. Amen. So it's a great purpose that God has given us to be the light of the world so that we can bring people into the light. Those who are in darkness, bring them to light, bring them to Jesus. ഇത്ര മഹത്തരമായിട്ടുള്ളൊരു ഉദ്ദേശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം നമ്മൾ ഇരുട്ടിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ തന്നെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Let your light shine before men. Let others, those who see the good deeds that you do, let them praise of your Father in heaven. അതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. ജീവിത ലക്ഷ്യം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടി. ആമേൻ. നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള, സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടുള്ള എല്ലാവരും നമ്മുടെ സൽപ്രവർത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആമേൻ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും. അതിനുശേഷം നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി വീണ്ടും ആ പുതിയ ഐഡൻറ്റിറ്റി തന്നതും ഈ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. ആമേൻ. അപ്പോൾ ഇത് നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മുടെ ജീവിതം പൂർത്തീകരിക്കും. അപ്പോൾ ഇതുവരെ നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷവുമായിട്ടുള്ള ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ആമേൻ. സോ ദിസ് ഈസ് വാട്ട് ഗോഡ് ഹസ് കോൾഡ് us for. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം ഓർക്കുക. Now the question is, what good deeds can I do? ഇനി നമ്മുടെ ചോദ്യം എന്താണ്? എന്ത് നന്മ പ്രവൃത്തികളാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ജനിച്ച കാലം മുതൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ദുഷ്ടതകൾ ചെയ്യാൻ നമ്മളെല്ലാവരും പര്യാപ്തരാണ്, അല്ലേ? എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലേ? പാപം ചെയ്യാൻ നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കണോ? വേണ്ട. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കും. നമ്മളെല്ലാം നല്ല ട്രെയിനേഴ്സാണ്. നമുക്കൊരു ട്രെയിനിങ്ങും വേണ്ട. ദുഷ്ടത ചെയ്യാൻ നമുക്ക് നല്ല കഴിവാണ്. എല്ലാവരെയും നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നന്മ ചെയ്യാനോ? അതിന് നമുക്ക് സഹായം വേണം, അല്ലേ? ദാറ്റ് ഈസ് വൈ ഗോഡ് ഹസ് കം നോട്ട് ഓൺലി ടു redeem us, forgive our sins. God has come to dwell in us. The Holy Spirit has come to dwell in us to empower us to do good deeds as Jesus has done. That means to become righteous and to live a holy life. അതുകൊണ്ടാണ് യേശു തന്നെ നമ്മളിലേക്ക് താഴേക്ക് ഇറങ്ങി വരുവാനും നമ്മളെ വീണ്ടെടുക്കുവാനും അതുപോലെ തന്നെ നമ്മളിൽ വസിക്കുവാനും വേണ്ടി, ആ വസിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. Now what is good deed? എന്താണ് നന്മ? എല്ലാ നന്മകളുടെയും ഉറവിടം സ്നേഹത്തിലാണ്. Amen. So if you have love, we become the most righteous person. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല നീതിമാനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ All മാറും. goodness flows out of love. അതായത് സ്നേഹത്തിലൂടെ മാത്രമേ എല്ലാ നന്മയും പുറപ്പെടുന്നുള്ളൂ. That's why Bible says God is love. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന്. അതിലും മെച്ചപ്പെട്ട ഒരു ഡെഫിനിഷൻ ഉണ്ടോ ദൈവത്തെക്കുറിച്ച് പറയാൻ? ദൈവം സൃഷ്ടാവാണ്, അതുപോലെ തന്നെ ദൈവം സ്നേഹമാണ്. അപ്പം നമ്മൾ എന്തായിത്തീരാണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്കുള്ളിൽ എന്താവും? സ്നേഹം. അപ്പം സ്നേഹത്താൽ നിറഞ്ഞവരായിത്തീരണം. ആമേൻ. അപ്പം അത് എങ്ങനെയാണ്? നമുക്കുള്ളിൽ സ്വന്തമായിട്ട് നമുക്ക് സ്നേഹമില്ല. കാരണം എന്താ? നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്. സ്വാർത്ഥത സ്നേഹത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ്, അല്ലേ?
ആമേൻ. സ്വാർത്ഥത എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരിൽ നിന്നെല്ലാം തട്ടിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവമാണ്. പകരം സ്നേഹം എന്ന് വെച്ചാൽ കൊടുക്കുന്നതാണ്. ആമേൻ. So only God is love, and until He dwells in us and He empowers us, we cannot be people of love. ദൈവം നമ്മളിൽ വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാനായിട്ട് പ്രയാസമാണ്. So we are called to live a life of love. അതുകൊണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. Now there are two ways we can live. രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ സ്നേഹത്തിന്റെ കണക്കിൽ we can have a surplus account of love, or we can have a deficit account of love. ഒന്നുകിൽ നമുക്ക് സ്നേഹം അധികമായിട്ടുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ സ്നേഹം കുറവുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. അല്ലേ? നമ്മൾ ഗവൺമെന്റിന്റെ കാര്യം എപ്പോഴും പറയാറില്ലേ, കമ്മി ബഡ്ജറ്റാണ്, മിച്ച ബഡ്ജറ്റാണെന്ന് കേൾക്കാറില്ലേ? അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്നേഹത്തിന്റെ കാര്യം മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ഈ സ്നേഹത്തിന്റെ അക്കൗണ്ട് നമുക്ക് എത്രയുണ്ടെന്ന് നോക്കണം, അല്ലേ? അപ്പോൾ സ്നേഹത്തിന്റെ അക്കൗണ്ട് കമ്മിയാകുമ്പോൾ എന്ത് പറ്റും? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് എവിടെ നിന്ന് കിട്ടും, എനിക്ക് എവിടെ നിന്ന് കിട്ടും, എനിക്ക് എവിടെ നിന്ന് കിട്ടും. ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇയാൾ എന്നെ ശരിക്കും നോക്കിയില്ലല്ലോ, ഇയാൾക്ക് എന്നോട് സ്നേഹമില്ല. ഞാൻ വന്നിട്ട് ആരും എന്നെ നോക്കിയില്ലോ, ആരും എനിക്ക് ഹഗ് തന്നില്ലോ, ആരും എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചില്ലോ, എനിക്ക് അസുഖമായിരുന്നപ്പോൾ ആരും നോക്കിയില്ലല്ലോ, ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലോ, ഇന്ന് ചർച്ചിൽ എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലല്ലോ. എപ്പോൾ നോക്കിയാലും നമ്മൾ എന്താണ്? എനിക്ക് വേണ്ടി എനിക്ക് സ്നേഹം ആര് ചൊരിയുന്നുണ്ടെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നമുക്ക് സ്നേഹത്തിൽ കമ്മി ബഡ്ജറ്റാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെല്ലാം എപ്പോഴാണ്? കമ്മി ബഡ്ജറ്റ് ഉള്ളപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അവരെനിക്ക് തരും. അപ്പോൾ നീ ചിരിച്ചില്ലേ? നിനക്ക് സ്നേഹമില്ല. എന്ത് മനുഷ്യൻ, ഞാൻ എന്തെല്ലാം കാര്യം നിനക്ക് വേണ്ടി ചെയ്തു, എന്നിട്ട് നിനക്ക് ഇത്രയും സ്നേഹം പോലും സ്നേഹിക്കാൻ ഒരു ചിരി പോലും പുഞ്ചിരി പോലും തരാൻ പറ്റില്ലേ? എന്തൊരു മനുഷ്യനാണ്, ഇന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇല്ലേ? അപ്പോൾ എന്താണ്? ശത്രുതയും വിദ്വേഷവും പകയും സകല ദുഷ്ടതകളും ഉറവെടുക്കാൻ കാരണം എന്താണ്? നമ്മൾ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ കമ്മി ബഡ്ജറ്റ്, കമ്മി അക്കൗണ്ടാണ്, അല്ലേ? ഇങ്ങനെ കമ്മിയായിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ദൈവത്തിൽ നിന്ന് എപ്പോൾ അകന്നിരിക്കുന്നോ അപ്പോൾ നമുക്ക് കമ്മിയാണ്. കാരണം എന്താണ്? God is a source of love. God is love. God is a source of love. Only if we are connected to God, the love of God will flow into us and we will be overflowing with love. അതായത് ദൈവം സ്നേഹമാകുന്നു, ദൈവം നമ്മളിൽ വസിക്കാനായിട്ട് നമ്മൾ ഇടം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഉറവിടം തന്നെ. അപ്പോൾ ദൈവവുമായിട്ട് നമ്മൾ ബന്ധത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളിലേക്ക് കൂടുതൽ സ്നേഹം ചൊരിയുകയും നമ്മൾ അധികമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മൾ നിറയുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. I always say that we are only the channel of God's love. നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിൻ്റെതായിട്ടുള്ള വെറും ചാനലുകൾ മാത്രമാണ്. ചാനൽ ഒരു പൈപ്പ് പോലെയാണ്, അല്ലേ? പൈപ്പ് എവിടെ ഘടിപ്പിച്ചിരിക്കുന്നു അവിടെ നിന്ന് വരുന്നതാണ് ഈ പൈപ്പ് വഴി പോകുന്നത്, അല്ലേ? പൈപ്പിന് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വെള്ളം അതിൻ്റെ നമ്മളൊരു നദിയുമായിട്ട് പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പറ്റും. നദിയിൽ ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ ഈ പൈപ്പ് പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ, ആ സ്നേഹം രുചിച്ചറിഞ്ഞ് അതിൽ തൃപ്തരായി ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ നമ്മളിൽ നിന്ന് സ്നേഹം എപ്പോഴും മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആമേൻ. നമ്മൾ കൊടുക്കുന്നവരായിത്തീരും. നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാകത്തില്ല. പ്രതീക്ഷിക്കും തോറും നമുക്ക് ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലേ? പല തരത്തിലുള്ള പാപങ്ങളും ദുഷ്ടതകളും നമ്മൾ എപ്പോഴും പകരം നേരെ തിരിച്ച് കൊടുക്കുന്നവരാകുമ്പോഴോ we will be considered as a blessing by many, and the people all will think that this person is a blessing sent by God. അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണ്? അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ ഈ വ്യക്തി നല്ലൊരു അനുഗ്രഹം ഉള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ആ വ്യക്തിക്ക് മറ്റുള്ളവരെ ഒരുപാട് അനുഗ്രഹിക്കുവാനും അല്ലെങ്കിൽ സ്നേഹം പകരുവാനും സാധിക്കുമെന്നാണ് ചിന്തിക്കുക. ഒരു റഷ്യൻ നോവലിസ്റ്റ് ഉണ്ട്, ഫിയോഡോർ ഡോസ്റ്റോവസ്കി എന്ന് പറഞ്ഞ ഒരാൾ. ഇയാളൊരു പുസ്തകം എഴുതിയിരിക്കുന്നതാണ്. അയാൾ ചോദിക്കുകയാണ്, നരകം എന്താണ്? വാട്ട് ഈസ് ഹെൽ? He says, I maintain that it is the suffering of being unable to love. സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ കഷ്ടപ്പാടാണ് നരകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു സത്യമല്ലേ? ആമേൻ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ എന്താ ഉള്ളത്? പരസ്പര സ്നേഹം, അല്ലേ? സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ സ്ഥാനമുള്ളൂ. സ്വർഗത്തിൽ സ്നേഹമാണ്, സ്നേഹത്താൽ നിറഞ്ഞാണ്. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ നിലനിൽക്കുന്നവരുമാണ് സ്വർഗത്തിലുള്ളത്. അപ്പോൾ എന്താണ്? സ്നേഹത്താൽ നിറഞ്ഞതാണ് സ്വർഗം. നേരെ തിരിച്ച്
ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? കാരണം ഇപ്പോൾ അയാൾക്ക് കമ്മിയാണ്, കൊടുക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ, കൊടുക്കാനില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കമ്മി ബഡ്ജറ്റിൽ, സ്നേഹത്തിൽ കമ്മി ബഡ്ജറ്റിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടിനെ നരകമാക്കി തീർക്കും. നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല, അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടിനെ നരകമാക്കി തീർക്കും. നമ്മുടെ അടുത്തുള്ള ആൾക്കാരെല്ലാം നരകത്തെ എക്സ്പീരിയൻസ് ചെയ്യും നമ്മുടെ ചുറ്റുപാട് ഇരിക്കും. കാരണം എന്താണ്? നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് ദുഷ്ടതയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ആമേൻ. നേരെ തിരിച്ച് നമ്മൾ സ്നേഹത്താൽ നിറഞ്ഞവരാണെങ്കിലോ സ്വർഗത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴേ ആൾക്കാർക്ക് കൊടുക്കാൻ സാധിക്കും. ആമേൻ. കാരണം സ്വർഗം സ്നേഹം നിറഞ്ഞാണ്. അപ്പോൾ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത് തന്നെ സ്വർഗത്തിൻ്റെ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടാൻ സാധിക്കും. പൂർണ്ണമായിട്ടുള്ളത് അവർ എൻജോയ് ചെയ്യുന്നത് അവസാനം അവിടെ എത്തുമ്പോഴാണ്. ആമേൻ. ഫൈനലി യേശു പറഞ്ഞ ഒരു കാര്യം പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 20:35 പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് മോർ ബ്ലെസ്സഡ് ടു ഗീവ് ദാൻ ടു റിസീവ്. അതായത് നമുക്കറിയാം, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാൻ സാധിക്കും. സോ ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സെക്യൂർ ആയിരിക്കണം. നമ്മൾക്കൊരു സുരക്ഷിത ബോധം ഉണ്ടാവണം. പക്ഷേ ആ സുരക്ഷിത ബോധം ഉണ്ടാകുന്നത് നമ്മൾ ധാരാളം പണം സമ്പാദിച്ചുകൊണ്ടോ ധാരാളം മറ്റ് ലൗകികമായ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരിക്കലും സുരക്ഷിതരാകത്തില്ല. കാരണം എത്രയോ പണം സമ്പാദിച്ച ആൾക്കാരും അരക്ഷിത ബോധത്തോടെ ആത്മഹത്യ പോലും ചെയ്തിരിക്കുന്നു അല്ലേ? ഈ ലോകത്തിലെ വലിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവർക്കൊന്നും സുരക്ഷിത ബോധം ഉണ്ടായിരുന്നില്ല. ശരിയായിട്ടുള്ള സുരക്ഷിത ബോധം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മൾ സ്നേഹം ലഭിക്കുമ്പോഴാണ്. അഗാധമായ നിസ്തുലമായിട്ടുള്ള അവസാനമില്ലാത്ത തരത്തിലുള്ള സ്നേഹം നമുക്ക് ലഭിക്കുമ്പോഴാണ്. ആ സ്നേഹം നമുക്ക് ഒരു മനുഷ്യനിൽ നിന്ന് ലഭിക്കത്തില്ല, യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ആ യേശുവായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് യേശുവിൽ നിന്ന് അനുദിനം ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മളെങ്ങനെയായിത്തീരും? നമ്മൾ സ്നേഹത്താൽ നിറഞ്ഞവരായിത്തീരും. അപ്പോൾ എന്താണ്? നമ്മൾ യേശുവിൻ്റെ സ്വരൂപം നമ്മളിൽ ആയിക്കഴിഞ്ഞു. കാരണം ദൈവം സ്നേഹമാണ്, നമ്മളും സ്നേഹത്താൽ നിറഞ്ഞവരായിത്തീരും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താൽ ഏത് അവസരത്തിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നവരായിത്തീരും. ആമേൻ. ആമേൻ ബ്രദേഴ്സ്. സോ ഇറ്റ് ഈസ് മോർ ബ്ലെസ്സഡ് ടു ഗീവ് ദാൻ ടു റിസീവ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. Then we will feel blessed. അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് wherever you are, others will feel blessed by your presence. നിങ്ങൾ എവിടെ ആയിരുന്നാലും മറ്റുള്ളവർക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടും നിങ്ങളിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് അവർക്ക് തോന്നും. When people feel blessed, what do? അവർക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യുക? They will praise God. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെ നമ്മൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. Amen brothers. So that's the message of the cross. We are given immeasurable, unimaginable amount of love through Jesus to us, so that we can be filled with love. God's love is enough for us. We don't have to search for love anywhere else. We can live the most secure life because he loves us. അതാണ് നമുക്ക് ക്രൂശിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലെ ഇത്രയും അനവധിയായിട്ടുള്ള ഇത്രയും അളക്കാൻ പറ്റാത്ത സ്നേഹം നമുക്ക് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചു. ആ ലഭിക്കുന്ന ആ സ്നേഹം നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നിനും കുറവില്ല. തീർച്ചയായിട്ടും നമുക്ക് ആ കുറവില്ലാത്ത സ്നേഹം നമുക്ക് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു അസുരക്ഷിത ബോധവും നമുക്ക് വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം നമ്മളിൽ വസിക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ വരെ നമുക്ക് ആക്കി തീർക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഈ സമയം ഓർക്കുക. നമുക്ക് ലഞ്ചിന് ശേഷം നമുക്ക് ഒരു സെഷൻ ഉണ്ട്. അവിടെ we learn about finding significance in God. അതായത് ദൈവത്തിൽ നമുക്ക് എത്രമാത്രം മൂല്യം നമുക്ക് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആയിരിക്കാം. ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നേരത്തെ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ